തൃശൂർ നഗരത്തിൽ പുലികൾ ഇറങ്ങിയിരിക്കുന്നു. സ്വരാജ് റൗണ്ടിൽ വലിയ ആവേശമാണ് ഉള്ളത്. എസ് ശ്രീകാന്ത് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, നേരത്തെ അതിന്റെ ഔദ്യോഗികമായ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശ്രീകാന്ത്, വിവരങ്ങൾ. സ്വരാജ് റൗണ്ടിൽ പുലിത്താളം മുറുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിയൂർ യുവജന സംഘത്തിന്റെ പുലിക്കൂട്ടം മട ഭേദിച്ച് ഇപ്പോൾ ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അവരുടെ ഈ സ്വരാജ് റൗണ്ട് ചുറ്റിയുള്ള അവരുടെ ഘോഷയാത്രയാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ നിശ്ചല ദൃശ്യങ്ങൾ ഈ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. കരിമ്പുലിയെ ആദ്യ നിരയിൽ തന്നെ കരിമ്പുലിയെ കാണാൻ സാധിക്കുന്നു, പുള്ളിപ്പുലിയെ കാണാൻ സാധിക്കുന്നു. പച്ച നിറത്തിൽ വർണ്ണങ്ങൾ നിറച്ച ശരീരത്ത് മുഴുവൻ വർണ്ണങ്ങൾ തേച്ച പുലിയെ കാണാൻ സാധിക്കുന്നുണ്ട്. സാധാരണ നിറങ്ങളിൽ വെള്ളയും കറുപ്പും മഞ്ഞയും നിറത്തിലുള്ള പുലിയെ കാണാം, കുട്ടിപ്പുലികളെ കാണാം, വലിയ വയറുള്ള പുലിയെ കാണാം. അതോടൊപ്പം പുതുതായി ഈ സംഘത്തിനൊപ്പം ചേർന്നവരുണ്ട്. ഏതാണ്ട് 10-30 വർഷത്തോളമായി ഈ പുലി സംഘത്തിനൊപ്പം ചേർന്ന ആളുകൾ ഇക്കൂട്ടത്തിൽ ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പുലികളിയുടെ ഈ വിയൂർ യുവജന സംഘത്തിന്റെ പുലിക്കളിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രത്യേകത. ഇതാ ആ ചെണ്ടയ്ക്ക് മുകളിൽ കോല് വീണ് തുടങ്ങിയിരിക്കുന്നു. വാദ്യമേളങ്ങളുടെ താളം അത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. സ്വരാജ് റൗണ്ടിനെ അത് പ്രകമ്പനം കൊള്ളിക്കുകയാണ്. ഇനി അരമണി കിലുക്കമാണ് കേൾക്കാൻ പോകുന്നത്. പുലികളുടെ വന്യതാളത്തിലുള്ള അരമണി കിലുക്കം ഇനി ഈ സ്വരാജ് റൗണ്ട് ഒന്നാകെ നമുക്ക് കേൾക്കാം. ഒപ്പം തന്നെ കുടവയർ കുലുക്കിയുള്ള അവരുടെ ആ നടത്തം, ആ ഭംഗി ഈ ചുറ്റും കൂടിയിരിക്കുന്ന പുരുഷാരമൊന്നാകെ ആസ്വദിക്കാം. നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ ഈ സ്വരാജ് റൗണ്ടിന് ചുറ്റും പുലികളെ കാണുന്നതിന് കാത്തു നിൽക്കുന്നുണ്ട്, തടിച്ചുകൂടിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഇതിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചതാണ്. 7 പുലിമടകളിൽ രാവിലെ 5 മണി മുതൽ ഈ പുലികൾക്ക് ചായം തേച്ചു തുടങ്ങിയതാണ്. 2 കമ്പുകളിൽ കൈകൾ താങ്ങി നിന്ന് ഈ നിമിഷം വരെയും പുലികൾ കാത്തിരുന്നത് മടയിൽ നിന്നും പുറത്തിറങ്ങി പുരുഷാരത്തിന് നടുവിലേക്ക് എത്താൻ വേണ്ടിയാണ്. ഈ കമ്പ് തങ്ങൾ കൊണ്ടേ പോകൂ എന്ന വാശിയിലാണ് ഈ 7 മടകളിൽ നിന്നും പുലികൾ ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതാണ്ട് നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യമുണ്ട് ഈ തൃശ്ശൂരിന് ഈ പുലിക്കളിയുമായുള്ള ബന്ധം എന്ന് പറയുന്നത്. ഒരുപക്ഷെ തൃശ്ശൂർ പൂരത്തിനൊപ്പം കിടപിടിക്കുന്ന മറ്റൊരു ആഘോഷം എന്ന രീതിയിൽ ഈ പുലിക്കളിയെ നമുക്ക് കാണാനും സാധിക്കും. ഇത് അവരുടെ താളം നോക്കൂ, അവരുടെ വന്യ താളം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അരമണി കിലുക്കിയുള്ള അവരുടെ ആ കുലുക്കം, ആ വയറ് കുലുക്കം, ആ കുടവയർ കുലുക്കം ഒന്ന് കാണൂ. അതാണ് ഇതിന്റെ മാസ്മരിക ഭംഗി. ഈ വിയൂർ യുവജന സംഘം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് പറയുന്നത് യഥാർത്ഥ പുലികളെ അനുസ്മരിപ്പിക്കുന്ന അവരുടെ കയ്യുറകളിലെ ആ നഖം, കാലിലിട്ടിരിക്കുന്ന ആ ഷൂവിലെ ആ നഖം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതാ നോക്കൂ, വിവിധ വർണ്ണത്തിൽ പുലികൾ, കരിമ്പുലി ഇതാ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നു. വിയൂർ യുവജന സംഘം ആദ്യ വെടി പൊട്ടിച്ചു. അവരുടെ സർപ്രൈസ് ലിസ്റ്റിൽ നിന്നും കരിമ്പുലി പുറത്തു ചാടി. അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. വന്നിറങ്ങിയപ്പോൾ കരിമ്പുലി ഉണ്ടായിരുന്നില്ല. ഇതാ കരിമ്പുലി അവരുടെ ആദ്യ സർപ്രൈസ് അവർ പൊട്ടിച്ചു. പൂരത്തിന് കുടമാറ്റം, വിവിധ വർണ്ണങ്ങളിലുള്ള കുടകൾ സർപ്രൈസായി സൂക്ഷിച്ച് അത് കുടമാറ്റത്തിന് ഉപയോഗിക്കും പോലെ ഇതാ ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നു. വിയൂർ യുവജന സംഘം കരിമ്പുലി കളത്തിലിറങ്ങി കളം കീഴടക്കിയിരിക്കുന്നു. തൊട്ടു പിന്നാലെ വിവിധ വർണ്ണങ്ങളിലുള്ള പുലികൾ ഈ തെരുവീതിയെ ഒന്നാകെ കാഴ്ചയുടെ വസന്തം തീർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ചെണ്ടമേളം മുറുകുന്ന ഘട്ടത്തിൽ ഈ വന്യതാളവും മുറുകിക്കൊണ്ടേയിരിക്കും. പുലിയുടെ അരമണി കിലുക്കിയുള്ള പുലികളുടെ താളലയമാർന്ന ആ നൃത്തം അത് നമുക്ക് അല്പസമയത്തിനകം കാണാൻ സാധിക്കും. ഇതാ അവർ നീങ്ങി തുടങ്ങുകയാണ്. നമ്മൾ കാത്തിരുന്ന ആ നിമിഷം അതിതാണ്. ഇപ്പോൾ പുലികൾ നീങ്ങി തുടങ്ങിയിരിക്കുന്നു. പുലികൾ ഇതാ സ്വരാജ് റൗണ്ടിനെ വലം വച്ച് നീങ്ങാൻ ഒരുങ്ങുന്നു. അരനൂറ്റാണ്ട് കാലത്തെ നമ്മുടെ സാംസ്കാരിക തനിമയുടെ പ്രതീകമെന്ന് വേണമെങ്കിൽ പറയാവുന്ന പുലിക്കളി, തൃശ്ശൂരിന്റെ പെരുമ അത് വിളിച്ചോതുന്ന പുലിക്കളി, കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളിലൊന്നായ പുലിക്കളി ഇതാ ഈ സ്വരാജ് റൗണ്ടിനെ ചുറ്റി മുന്നോട്ട് പോകുന്നു. വിയൂർ യുവജന സംഘത്തിന്റെ പുലിക്കളി, അവരുടെ ആദ്യ സർപ്രൈസ് കരിമ്പുലി. ഈ പുലിക്കൂട്ടത്തിൽ ഈ പുലി സംഘത്തിന് നേതൃത്വം വഹിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമേഷ്,
തുടങ്ങിയിട്ടുണ്ട്. വലിയ ജനത്തിരക്ക്, പുലിക്കൂട്ടങ്ങൾക്ക് ആവേശം പകർന്ന് നാട്ടുകൂട്ടങ്ങളും സ്വരാജ് റൗണ്ടിലേക്ക് എത്തുകയാണ്. ഓണാഘോഷങ്ങൾക്ക് പര്യവസാനം കുറിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷം, അതിന് തൃശ്ശൂർ ശക്തന്റെ തട്ടകം സാക്ഷ്യം വഹിക്കുകയാണ്. എല്ലായിടത്തും ആഘോഷം, എവിടെയും ആവേശം. ഇതിന്റെ ആകാശ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. നിറച്ചാർത്തുകൾ അണിഞ്ഞ വ്യത്യസ്ത തലയെടുപ്പുകളുള്ള മുഖമെടുപ്പുകളുള്ള പുലിക്കൂട്ടങ്ങൾ, കരിമ്പുലി തുടങ്ങി അങ്ങനെ വ്യത്യസ്ത പുലിവേഷങ്ങൾ കൊണ്ട് തൃശ്ശൂർ നഗരം നിറയുകയാണ്. അവരെ ആവേശം കൊള്ളിക്കാൻ, അവരെ സ്വീകരിക്കാൻ, അവർക്ക് ആവേശം പകരാൻ ജനക്കൂട്ടവും ഈ പുലിക്കൂട്ടങ്ങൾക്ക് അകമ്പടി സേവിച്ച് തട്ടകങ്ങളിൽ നിന്ന് ഇതാ സ്വരാജ് റൗണ്ടിലേക്കുള്ള അവരുടെ പ്രയാണം, പുലിമടകളിൽ നിന്നുള്ള പ്രയാണം തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരിലെ ജനസഞ്ചയമാകെ ഒന്നൊഴിയാതെ ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുകയാണ്. പുലിക്കൂട്ടങ്ങൾക്ക് ആവേശം പകർന്ന് അവരുടെ ദേശക്കാരെ പിന്തുണച്ച് അവർക്ക് ആവേശം പകർന്ന് അങ്ങനെ പുലിക്കൂട്ടങ്ങളോടൊപ്പം നാട്ടുകൂട്ടവും സ്വരാജ് റൗണ്ടിലേക്ക് അടിവെച്ച് നീങ്ങുകയാണ്. അരമണികൾ കിലുക്കി മേളത്തിന്റെ അകമ്പടിയോടെ പ്രത്യേക താളത്തിൽ നൃത്തം ചുവട്ടി അവരുടെ പുലി സൗന്ദര്യം ജനങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിച്ച് അവരുടെ നൃത്ത ചുവടുകളോടെ അങ്ങനെ അടിവെച്ച് നീങ്ങുകയാണ്. എത്രയോ വർണ്ണങ്ങൾ വാരി വിതറിയ പുലിക്കൂട്ടങ്ങളാണ് ഇത്തവണത്തെ പ്രത്യേകത. വ്യത്യസ്ത നിറച്ചാർത്തുകൾ അണിഞ്ഞ്, വ്യത്യസ്ത ആടയാഭരണങ്ങൾ അണിഞ്ഞ് മനോഹരമായ ഒരു കാഴ്ച വസന്തം ഒരുക്കി അങ്ങനെ പുലിക്കൂട്ടങ്ങൾ സ്വരാജ് റൗണ്ടിലേക്ക് അവരുടെ നൃത്ത ചുവടുകൾ വെച്ച് പ്രത്യേക താളത്തിന്റെ അകമ്പടിയോടെ അങ്ങനെ അരമണികൾ കുലുക്കി പുലിക്കൂട്ടങ്ങൾ ഒന്നൊന്നായി തട്ടകങ്ങളിൽ നിന്നുള്ള യാത്ര, അവരുടെ പ്രയാണം തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം സ്വരാജ് റൗണ്ട് പുലിക്കൂട്ടങ്ങളെ കൊണ്ട് നിറയും, വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പുലിക്കൂട്ടങ്ങളെ കൊണ്ട് നിറയും. നോക്കൂ, ഇപ്പോൾ നമ്മൾ എത്രയോ വർണ്ണ വിസ്മയങ്ങൾ തീർക്കുന്ന പുലികളെയാണ് കാണുന്നത്. ആ കൂട്ടങ്ങളിൽ അവരുടെ സസ്പെൻസുകൾ, സർപ്രൈസുകൾ ഒളിച്ചു വെച്ചിരുന്നതൊക്കെ ഇപ്പോൾ പുലിക്കൂട്ടങ്ങൾ ദേശക്കാർ പുറത്തെടുത്തിരിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിലെ കുടമാറ്റത്തിലെന്ന പോലെ ഓരോ ദേശത്തിനും ഓരോ സർപ്രൈസുകൾ ഉണ്ടായിരുന്നു. അത് ഓരോന്നോരോന്നായി നമ്മളുടെ മുന്നിൽ ഇപ്പോൾ അത് പ്രകടമാവുകയാണ്. അങ്ങനെ പുലിക്കൂട്ടങ്ങളെ കൊണ്ട് സ്വരാജ് റൗണ്ട് നിറയുന്നു. അവരുടെ നൃത്ത ചുവടുകൾ കൊണ്ട് സ്വരാജ് റൗണ്ട് നിറയുന്നു. അവർക്ക് അകമ്പടി വരുന്ന മേളങ്ങൾ, അവർക്ക് അകമ്പടി വരുന്ന നാട്ടുകൂട്ടങ്ങൾ, അവരുടെ ആരവങ്ങൾ കൊണ്ട് സ്വരാജ് റൗണ്ട് നിറയുകയാണ്. അതിനെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. അങ്ങനെ ഇളകി മറിഞ്ഞ് അരമണികൾ കിലുക്കി പ്രത്യേക താളത്തിൽ നൃത്തം ചവിട്ടി അവരുടെ താളവിന്യാസത്തോടെ, വർണ്ണവിന്യാസത്തോടെ അവരങ്ങനെ സ്വരാജ് റൗണ്ടിലേക്ക് വരികയാണ്. നിറങ്ങളാണ് ഇത്തവണത്തെ പുലിക്കളിയുടെ പ്രത്യേകത. സാധാരണയിൽ കവിഞ്ഞ് ഏറെ നിറച്ചാർത്തുകളുള്ള വേഷങ്ങളോടെ, അവരുടെ എഴുത്തുകളോടെ, അങ്ങനെ വരകളോടെ അങ്ങനെ അവർ കടന്നു വരികയാണ്. പുലിക്കൂട്ടങ്ങൾ പുലിമടകളിൽ നിന്ന് സ്വരാജ് റൗണ്ടിനെ പ്രകമ്പനം കൊള്ളിക്കാൻ അവരെങ്ങനെ നൃത്തച്ചുവടുകളോടെ കടന്നു വരികയാണ്. ഇത്തവണത്തെ പ്രത്യേകതയും അതുതന്നെയാണ്. നിറങ്ങൾ വാരി വിതറിയ പുലിമടകളിൽ നിന്ന് പുലിക്കൂട്ടങ്ങൾ ഇങ്ങനെ പൂരനഗരിയെ പുലിപ്പൂരം കൊണ്ട് നിറയ്ക്കാൻ സ്വരാജ് റൗണ്ടിലേക്ക് അവർ വരികയാണ്. ഹാഷ്മിയും ചേരുന്നുണ്ട്. ഹാഷ്മി, ഇതൊരു ഒരു വ്യത്യസ്തയാർന്ന കാഴ്ച. സാധാരണ എന്താണ് നമ്മൾ ഈ പറയുന്ന പുലിമടകളിൽ നിന്നുള്ള കാഴ്ചകൾക്ക് അപ്പുറത്തേക്ക് ഇത്തവണത്തെ പുലിക്കൂട്ടങ്ങൾക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? പുലി വരുന്നേ എന്ന് പറഞ്ഞത് ആ പുലി ഇറങ്ങിയിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് കാണാം, അവിടെ പച്ചപ്പുലിയുണ്ട്, മഞ്ഞപ്പുലിയുണ്ട്, ചെമ്പുലിയുണ്ട്, കരിമ്പുലിയുണ്ട്, വരയംപുലിയുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, കുട്ടിപ്പുലിയുണ്ട്, യുവാക്കളുടെ പുലിയുണ്ട്, പ്രായമായ പുലിയുണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത 351 ഓരോരോ പുലികളും ഓരോ മഴവില്ല് പോലെ കണ്ണിന് ഭയങ്കര മനോഹരമായ രീതിയിലുള്ള പുലികൾ വന്യമായ താളം വെച്ചുകൊണ്ട് തൃശ്ശൂർ നഗരത്തിൽ നിറയുന്ന മനോഹരമായ കാഴ്ച. അപ്പോൾ തൃശ്ശൂരിന് വൈകാരികതയാണ്, ഉറപ്പായും തൃശ്ശൂരിന് ഇത് വൈകാരികതയാണ്. അവരുടെ വൈകാരികതയിൽ അലിഞ്ഞു ചേർന്നതാണ് ഈ പുലിയാട്ടം, ഈ പുലിപ്പൂരം. കേരളത്തിന് ഇത് ഓണാഘോഷത്തിന് ഏതാണ്ട് സമാപനത്തിലെത്തുന്ന ഒന്നാണ്. എങ്കിലും ഇത് ഈ കാഴ്ച ഒരുപക്ഷെ തൃശ്ശൂരുകാർ ഈ പുലികൾ കാണുമ്പോൾ, ഈ പുലിയാരവം കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന വൈകാരികതയോളം കേരളത്തിൽ ഒന്നാകെ ഒരുപക്ഷെ ഉണ്ടാവില്ലെങ്കിൽ കൂടിയും ഈ കാണുന്ന കാഴ്ച ഒരു നയനമനോഹരമായ കാഴ്ചയാണെന്ന് ഉറപ്പായും പറയാം. വലിയ ആവേശം നിറച്ച് കളർ പുലികളടക്കം ഇറങ്ങുകയാണ് ഓരോ ദേശത്തിൻ്റെ. സീതാറാം മില്ലിൻ്റെയൊക്കെ പുലികൾ 51 പുലികൾ അവർക്കുണ്ട്. ഓരോന്നും ഒന്നിനൊന്നും മെച്ചപ്പെട്ട പുലികളാക്കാൻ അവർ ഇക്കുറി എന്താണ് പൂർണ്ണാർത്ഥത്തിൽ എഫർട്ട് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരെ ഞെട്ടിക്കാൻ വേണ്ടിയുള്ള പുലികൾ ഓരോരോ മടകളിൽ നിന്നായി പുറത്തേക്ക് വരികയാണ്. അവർ അങ്ങനെ അരമണികിലുക്കി, കുംഭകുലുക്കി, അങ്ങനെ താളം വെച്ച് അങ്ങനെ ആടി
തൃശ്ശൂരിന്റെ നഗരത്തിലേക്ക് വരുന്നു. തൃശ്ശൂർ ഒരു വലിയ കൊടുങ്കാടാകുന്നു. തൃശ്ശൂരിൽ മനുഷ്യർ മാറി നിൽക്കുന്നു. തൃശ്ശൂരിൽ അവിടെ മുഴുവൻ പുലികൾ ഇറങ്ങി, പുലികൾ നഗരം കീഴടക്കുന്ന അത്യപൂർവമായ കാഴ്ച. എന്താണ് ഈ കുടവയറിന് ഇത്ര മനോഹാരിതയുണ്ടോ? കുടവയർ ഒരുപക്ഷെ അനാരോഗ്യത്തിന് ലക്ഷണമാണെന്നോ ദുർമേധസ്സാണോ എന്നൊക്കെ പറയാമെങ്കിലും, പക്ഷേ ഈ ഒറ്റ ദിവസം, ഈ പൂരത്തിൻ്റെ ഒറ്റ ദിവസം ഈ ഈ കുടവയർ എന്ന് പറയുന്നത് അതൊരു മനോഹാരിതയാണ്. ദാ നോക്കൂ, ദാ അവിടെ നിൽക്കുന്ന ഒരു പെരുകുമ്പക്കാരൻ, ഒരു പെരുവയറൻ, ഒരു വലിയ പുലി അവിടെ നിൽക്കുന്നുണ്ട്. ആ വലിയ പുലിയുടെ എന്താണ് രൗദ്രഭാവത്തിൽ ഒരു പുലി അവിടെ നിൽക്കുന്നു. പൂരനഗരിയിൽ പുലിപ്പൂരത്തിൽ അലിയുകയാണ് തൃശ്ശൂർ എന്ന് ഉറപ്പായും പറയാം. ആ വലിയ കുടവയറിനെ പശ്ചാത്തലമാക്കി ശരീരം ഒന്നാകെ പുള്ളികുത്തി, മുഖം മൂടി വെച്ച്, പുലിമുടി അണിഞ്ഞ്, അരമണി കെട്ടി, പുലിത്താളത്തിനകത്ത് ചുവട് വെക്കുന്ന പുലികൾ അവിടെ തൃശ്ശൂർ പൂരത്തിലാകെ നിറയുകയാണ്. ഇത് തൃശ്ശൂരിൻ്റെ വൈകാരികത. അവർ തൃശ്ശൂരുകാരനോട് ചോദിച്ചാൽ തൃശ്ശൂർ പറയും ഇതൊരു വർക്കിംഗ് ക്ലാസിൻ്റെ ആഘോഷമാണെന്ന് പറയും. അങ്ങനെ വർക്കിംഗ് ക്ലാസ് ഒന്നാകെ തൃശ്ശൂർ നഗരത്തിലേക്ക് ഇറങ്ങി പുലികൾ കൈക്കദാർഢ്യം പ്രഖ്യാപിക്കുന്ന, പുലികൾക്ക് അഭിവാദ്യം നേരുന്ന കാഴ്ച പ്രേക്ഷകർ കാണുകയാണ്. ഓരോരോ തരം പുലികളാണ് എന്ന് പറഞ്ഞാൽ ഈ പുലിവരയുടെ പുലിമുഖത്തിൻ്റെ യുക്തി നോക്കേണ്ടതില്ല, അതിൻ്റെ ഭംഗി മാത്രം നോക്കിയാൽ മതി. വയറിലും മുഖത്തും ഓരോ പുലിമുഖം അതിലുണ്ട്. അവിടെ പുലിപ്പുള്ളികളുണ്ട്. പുലിയുടെ മട്ടിലുള്ള വസ്ത്രധാരണം അവിടെയുണ്ട്. അല്ലെങ്കിൽ ചെമ്പുലിയുണ്ട്, കരിമ്പുലിയുണ്ട്, മഞ്ഞപ്പുലിയുണ്ട്. ദേശങ്ങൾ പുലിമടകളാകുന്നു, ദേശക്കാർ പുലികളാകുന്നു. ഇതാണെങ്കിൽ ഏകദേശം ഈ പുലികൾ കഴിഞ്ഞാൽ അടുത്ത പുലികൾ വരെ, ഈ പൂരം കഴിഞ്ഞാൽ അടുത്ത പൂരം വരെ, ഈ പൂരം കഴിയുന്നതോടുകൂടി അടുത്ത പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നു എന്ന് പറയും മട്ടിൽ ഈ പൂരം കഴിഞ്ഞാൽ, ഈ പുലികൾ കഴിഞ്ഞാൽ അടുത്ത പുലികൾ വരെ ഒരൊറ്റ വർഷം നീളുന്ന എഫർട്ടാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷം നീളുന്ന കഠിനമായ അധ്വാനമാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഈ പുലികൾ തീരുന്ന വൈകുന്നേരം മുതൽ, രാത്രി മുതൽ തന്നെ അടുത്ത പുലികൾക്ക് വേണ്ടിയുള്ള ദേശക്കാരുടെ അധ്വാനം തുടങ്ങും. അതുകൊണ്ടാണ് നേരത്തെ വളരെ സങ്കടകരമായ വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ പുലികളി ഉണ്ടാകുമോ എന്ന ആശങ്ക ഉണ്ടാകുമ്പോൾ അവർക്കും വലിയ വേദനയുള്ളവരാണ്. എല്ലാവരെയും പോലെ അവർക്കും വലിയ വേദനയുള്ളവരാണ്. ആ വേദനയ്ക്കിടയിലും ഇത് നടക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഒറ്റ വർഷം നീണ്ട ഇവരുടെ വലിയ കഠിനാധ്വാനം അതിന് പിന്നിലുള്ളതുകൊണ്ടാണ് അത് മുടങ്ങിപ്പോകുന്നവർക്ക് താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. എന്തായാലും ഞാനില്ലാതെ തൃശ്ശൂരുകാർക്ക് എന്താഘോഷം എന്ന് ഓരോ പുലിയും വിളിച്ച് പറഞ്ഞുകൊണ്ട് താളമേളങ്ങൾക്ക് ചുവട് വെച്ചുകൊണ്ട് കുട്ടിപ്പുലി, ചെമ്പുലി, ഒരു കുഞ്ഞുപുലി, ഒരു രുദ്രപ്രയാഗം എന്ന് പറഞ്ഞ 4 വയസ്സുകാരൻ പുലി അടക്കം, അങ്ങനെ പ്രായഭേദമില്ലാത്ത പുലികൾ അങ്ങനെ നഗരത്തിൽ വലിയ പ്രായമുള്ള, നല്ല പ്രായമുള്ള ഒരു പുലിയെ നമ്മൾ രാവിലെ കണ്ടിരുന്നു. അത് ഏത് ദേശത്തിൻ്റെ പുലിയാണെന്ന് ഓർക്കുന്നില്ല. നല്ല പ്രായമുള്ള പുലി, 4 വയസ്സുകാരൻ പുലി, ഒരു പെൺപുലി ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ഒരുപാട് പുലികൾ, വൈവിധ്യമുള്ള പുലികൾ നിറഞ്ഞുകൊണ്ട് തൃശ്ശൂർ നഗരത്തിൽ ഒന്നാകെ പുലികളിയുടെ ദിവസമാണ്. 4ാം ഓണത്തിൻ്റെ ദിവസമാണ്. ഒരുപക്ഷെ തൃശ്ശൂരുകാർ പറയും, അല്ലെങ്കിൽ അവിടുത്തെ പഴമക്കാർ പറയും തൃശ്ശൂരിൽ പുലി ഇറങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്ന് പറയും. 100 വർഷമൊന്നുമല്ല, അതിനൊക്കെ അപ്പുറം വർഷത്തെ ഈ പുലികൾക്ക് അതിൻ്റെ ചരിത്രമുണ്ട് എന്ന് പറയും. ഈ കരിമ്പുലി അവരുടെ ശ്രദ്ധാകേന്ദ്രമാകുന്ന പ്രേക്ഷകർ ഇപ്പോൾ കണ്ട ഒരു കരിമ്പുലി ഒരുപക്ഷെ ഒറ്റപ്പെട്ട പുലി എന്ന് തോന്നാമെങ്കിലും ആ കരിമ്പുലിക്ക് അതിൻ്റെതായ ഭംഗിയുണ്ട്. എന്തോ ഫ്ലൂറസൻ്റ് പച്ച ഡ്രസ്സൊക്കെ ഇട്ട് ആ കരിമ്പുലി അങ്ങനെ എല്ലാവരുടെയും ആകർഷക കേന്ദ്രമായി മുന്നോട്ടേക്ക് പോകുന്നു. തൊട്ട് പിന്നിൽ ഒരു പിങ്ക് പുലി, ഒരു ഫ്ലൂറസൻ്റ് പുലി, ഒരു പച്ചപ്പുലി, ഒരു മഞ്ഞപ്പുലി, അങ്ങനെ പുലികൾ പല നിറത്തിൽ, പല വൈവിധ്യങ്ങളിൽ. സാധാരണഗതിയിൽ ഞാൻ ഉച്ചയ്ക്ക് വാർത്ത വായിക്കുമ്പോൾ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു നിലമ്പൂര് ഓണത്തിനിറങ്ങുന്ന യഥാർത്ഥ പുലിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ യഥാർത്ഥ പുലി ഉണ്ടാകുന്നത് പേടിയാണെങ്കിൽ, ആശങ്കയാണെങ്കിൽ ഈ പുലികൾ ഒരു തരത്തിലും പേടി ഉണ്ടാക്കുന്നില്ല. ഈ പുലികൾ ഒരു തരത്തിലും രൗദ്രഭാവം കാണിക്കുന്നില്ല. ഈ പുലിമുഖങ്ങളിൽ ഒരുപക്ഷെ രൗദ്രഭാവമാണെങ്കിലും ഈ പുലികളെ കാണുന്നത് വല്ലാത്ത സന്തോഷമാണ് തൃശ്ശൂരുകാർക്ക്. അങ്ങനെ ആ കരിമ്പുലിയും ആ ഓറഞ്ച് പുലിയും കൈകോർത്തുള്ള ഒരു പ്രകടനത്തിലേക്ക് പോയെങ്കിലും പിന്നീട് കരിമ്പുലി ഒറ്റയ്ക്ക് പിന്നെയും കുംഭകുലുക്കി, അരമണി കുലുക്കി മുന്നോട്ടേക്ക് വരികയാണ്. ആ കൂട്ടത്തിൽ ആ നീലപ്പുലിയും ആ പിങ്ക് പുലിയും ഒരു പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുമെന്ന് പറയാതെ വയ്യ. അത് 2 പുലികൾ, ഒരു കുടുംബത്തോടെയുള്ള പുലികൾ എന്ന് പറഞ്ഞാൽ അച്ഛനുണ്ട്, ആ കുടുംബത്തിലെ മകൻ്റെ മകനുണ്ട് എന്ന് പറഞ്ഞാൽ 3 തലമുറ പുലികളൊക്കെ ഇറങ്ങുന്ന ഒരു ദേശത്തിൻ്റെ വാർത്ത നമ്മൾ നേരത്തെ കണ്ടിരുന്നു. വെള്ളപ്പുലി, 3 വെള്ളപ്പുലികൾ ഒരേ താളത്തിൽ, ഒരേ ഈണത്തിൽ കൈകൾ കോർത്ത് താളം അരമുളക് ഇടിക്കൊണ്ട് മുന്നോട്ടേക്ക് വരുന്നു. തൊട്ട് പിന്നിൽ മഞ്ഞപ്പുലി. എല്ലാവരും മൊബൈൽ ഫോണുകൾ ഉയർത്തിക്കൊണ്ട് പ്രേക്ഷകർ അവിടെ ആരാധകർക്കിടയിലും ഒരു പുലിമുഖം അവിടെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ കഴിയാത്തതിൻ്റെ ആരുടെ തോളിലിരിക്കുന്ന ഒരു പയ്യനാണെന്ന് തോന്നുന്നു അത്. എന്തായാലും ഒരുപാട് കുട്ടികളടക്കം ഇക്കുറി കുട്ടിപ്പുലികളുടെ കൂടുതൽ എണ്ണമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. 4ാം ഓണം തൃശ്ശൂരിൻ്റെ ദേശീയ ആഘോഷം എന്ന് പറയാം. ഒരുപക്ഷെ അത് അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. ഓണത്തിനേക്കാൾ കൂടുതൽ യഥാർത്ഥത്തിൽ തൃശ്ശൂരുകാർക്ക് ഓണം ഇന്നാണ്. തൃശ്ശൂരുകാരുടെ ഓണം അതിൻ്റെ ആവേശത്തിൻ്റെ മൂർധന്യത്തിലേക്ക്, അതിൻ്റെ പരമാവധിയിലേക്ക് ഉയരുന്നത്, ആവേശം പരമാവധിയിലേക്ക് മെർക്കുറി ലെവൽ കുതിച്ചു വരുന്നത് ഈ ദിവസമാണ്. പുലികൾ അങ്ങനെ തൃശ്ശൂർ നഗരത്തിൽ അങ്ങനെ കീഴടക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ വിജയകുമാർ, ഒരു കൊടുങ്കാട് പോലെയാകുന്നു തൃശ്ശൂർ. ഒറ്റ ദിവസം ഒരു കൊടുങ്കാട്.
ആ കൊടുങ്കാട്ടിൽ ഒറ്റ ദിവസം 300-ലധികം പുലികൾ എല്ലാവരെയും ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിറഞ്ഞാടുന്ന മനോഹരമായ കാഴ്ച. വിജയകുമാർ, അതാണ് രാവിലെ 6 മണിയോടെ ഇവരുടെ ഒരുക്കം തുടങ്ങിയതാണ്. ഇപ്പോൾ അത് 4 മണിയൊക്കെ ആയപ്പോഴേക്കും അത് സ്വരാജ് റൗണ്ടിലേക്കുള്ള പുലികളുടെ പ്രയാണം തുടങ്ങി. പെൺപുലി, കരിമ്പുലി, കുട്ടിപ്പുലി, അങ്ങനെ എല്ലാത്തരം പുലികളും വ്യത്യസ്ത വർണ്ണങ്ങളിൽ അവരുടെ മുഖച്ചാർത്തും അവരുടെ ശരീരത്തിലെ എഴുത്തും ഒക്കെ അങ്ങനെ എത്രയോ മനോഹരമാണ്. അങ്ങനെ ഓരോ ദേശവും അവരവരുടെ പുലിക്കൂട്ടങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ പുലികൾക്കൊപ്പം നൃത്തം ചവിട്ടിക്കൊണ്ട് പുലികൾക്കൊപ്പം താളം മുഴക്കിക്കൊണ്ട് ആ ചെണ്ടമേളങ്ങൾക്കനുസരിച്ച് പദവിന്യാസം നടത്തി അങ്ങനെ സ്വരാജ് റൗണ്ടിലേക്കുള്ള അവരുടെ പ്രയാണം തുടരുകയാണ്. ഇതൊരു പക്ഷേ കേരളത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരാഘോഷമാണ്. ഇതിന് ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഒരേ മനസ്സോടെ അവരുടെ പ്രാദേശികമായ ഒരു ആഘോഷം എന്ന നിലയിൽ ഒരുമിച്ച് ഒരേ മനസ്സോടെ ആർപ്പോ വിളിച്ച് അങ്ങനെ സ്വരാജ് റൗണ്ടിലേക്ക് ആ ഓരോ ദേശക്കാരും അവരുടെ പുലിക്കൂട്ടങ്ങളോടൊപ്പം വരുന്നു. പുലിമടകളിൽ നിന്ന് അവരുടെ യാത്ര തുടങ്ങുന്നു. അതിനോടൊപ്പം നിശ്ചല ദൃശ്യങ്ങളുണ്ട്, സാമൂഹിക വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുന്ന ചെറിയ നിശ്ചല ദൃശ്യങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളോ ആചാരങ്ങളോ ഒക്കെ പറയുന്ന ദൃശ്യങ്ങളുണ്ടാകും. അതിൻ്റെയൊക്കെ അകമ്പടിയോടെ ആ പുലിക്കൂട്ടങ്ങൾ അങ്ങനെ സ്വരാജ് റൗണ്ടിലേക്ക് ആ സ്വരാജ് റൗണ്ടിനെ പ്രകമ്പനം കൊള്ളിക്കാനായി കടന്നു വരികയാണ്. ഇത് നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ആഘോഷമാണ്. തൃശ്ശൂരിലെ മുഴുവൻ ആളുകളും ഈ ആഘോഷത്തിൽ ഒരേ മനസ്സോടെ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരേ മനസ്സോടെ മുഴുവൻ ആളുകളെയും സ്വരാജ് റൗണ്ടിലേക്ക് കൊണ്ടുവരുന്ന തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു ആഘോഷമായി ഈ പുലിക്കളി മാറുന്നു.